Peace be upon you. You are watching video from Yaqeen Institute for Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളും വിശ്വാസികൾ തന്നെ എന്ന് അവർ പറയും. സ്വന്തം ചെകുത്താന്മാരോടൊത്ത് തനിച്ചായാലോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്നും അവരെ കളിയാക്കുക മാത്രമാണെന്നും ജൽപ്പിക്കും. അല്ലാഹു എന്നാൽ അവരെ അള്ളാഹു കളിയാക്കുകയാണ്. അതിക്രമത്തിൽ യഥേഷ്ടം വിഹരിക്കുവാൻ അവരെ കയറൂരി വിട്ടിരിക്കുക. മാർഗം വിറ്റ് ദുർമാർഗം പകരം വാങ്ങിച്ചവരാകുന്നു അവർ. കച്ചവടം ഗുണം പിടിച്ചില്ല, വഴിപിഴച്ചു പോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയുടെ 14, 15, 16 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. മുനാഫിക്കുകളെ കുറിച്ച് തന്നെയാണ് പ്രതിപാദ്യം. അതിൽ മറ്റൊരു വിശേഷണമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളുടെ കൂടെ ഏത് നേരത്തും തങ്ങളും വിശ്വാസികൾ തന്നെ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൂടെ നടക്കുന്ന മുനാഫിക്കുകൾ അവരുടെ പിശാചുക്കളുടെ അടുക്കലെത്തുമ്പോൾ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെയാണ്, മുഅ്മിനീങ്ങളെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവരോട് ആണയിടുകയും ചെയ്യും. എന്നാൽ സത്യത്തിൽ പരിഹസിക്കുന്നത് അള്ളാഹുവാണ്, യഥാർത്ഥത്തിൽ പരിഹാസ്യരാകുന്നത് ഈ മുനാഫിക്കുകളുമാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. ആ പരിഹാസം ഏത് നിലക്കാണ് സംജാതമാകുന്നത് എന്ന് നമുക്ക് വഴിയെ പരിശോധിക്കാം. എന്തായാലും സന്മാർഗമെന്ന കിട്ടാക്കനി ലഭിച്ചിട്ടും അത് പാഴ്വസ്തുവിനെ പോലെ വലിച്ചെറിഞ്ഞവരാണ് അവർ. അതിൻ്റെ ദുരന്തമാണ് അവരനുഭവിക്കാൻ പോകുന്നതും. വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. വിശ്വാസികളെ കാണുമ്പോഴെപ്പോഴും തങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴായി വിശദീകരിച്ചിട്ടുണ്ട്. ഭീരുത്വമാണ് അതിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഇങ്ങനെ ഇരുപക്ഷത്തുമായി മാറി മാറി നിൽക്കുന്നതിൻ്റെ പിന്നിൽ മറ്റു പല താല്പര്യങ്ങളുമുണ്ട്. സാമ്പത്തിക നേട്ടം അവയിലൊന്നാണ്. മുഅ്മിനീങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഗനീമത്ത് സ്വത്തും സക്കാത്തും മറ്റിതര വിഭവങ്ങളും ഗുണങ്ങളുമൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല, മുഅ്മിനീങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് പേരിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നും വല്ലതും കയ്യിലാക്കാനും അതുവഴി സാധിച്ചെന്നിരിക്കും. രാഷ്ട്രീയ നേട്ടം മറ്റൊന്നാണ്. അധികാരികളോട് ഒട്ടി നിൽക്കുമ്പോൾ കിട്ടുന്ന ഗുണഫലം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആർക്കാണോ അധികാരം ആ അധികാരികളുടെ പിറകെ പോവുക എന്നത് മുനാഫിക്കുകളുടെ എക്കാലത്തെയും ഒരു സ്വഭാവമാണ്. നക്കാപ്പിച്ചകൾക്ക് വേണ്ടി, എച്ചിലുകൾക്ക് വേണ്ടി പിന്നാലെ കൂടുന്ന മുനാഫിക്കുകളെ എക്കാലത്തും നമുക്ക് കാണാൻ കഴിയും. സാമൂഹികമായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തുക എന്നതാണ് മറ്റൊരു കാര്യം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാട്ടുപ്രമാണിമാരായിരുന്ന, തമ്പുരാക്കന്മാരായിരുന്ന, മാടമ്പികളായിരുന്ന പലരും ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം പരികൽപ്പനകളെല്ലാം നഷ്ടപ്പെടുകയും സമൂഹത്തിന്റെ സ്വീകാര്യതയുടെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തപ്പെടുകയും ചെയ്ത കൂട്ടത്തിൽ ഇത്തരം എല്ലാ സ്ഥാനമാനങ്ങളും അട്ടിമറിക്കപ്പെടുക വരെ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് കയറിയിട്ട് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്ന വിധത്തിൽ ഒരു സോഷ്യൽ പരിവർത്തനം തന്നെ അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നിരുന്നു. സ്വാഭാവികമായും തങ്ങളുടെ സ്ഥാനമാനങ്ങൾ കൈമോശം വരും എന്ന് പേടിച്ചു പോയ മുനാഫിക്കുകൾ അത് നിലനിർത്തുന്നതിൻ്റെ തത്രപ്പാടിൽ കൂടിയായിരുന്നു. നേരത്തെ മനുഷ്യന്മാരെ പോലെ, അഥവാ വിശ്വാസികളായ മുഅ്മിനീങ്ങളെ പോലെ നിങ്ങൾക്കും വിശ്വസിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ പമ്പര വിഡ്ഢികളെ പോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ എന്നവർ ചോദിച്ചതിൻ്റെ പിന്നിലെ കാരണവും മറ്റൊന്നല്ല. ഇന്നേ വരെ അസ്പൃശ്യരായി, മാർജിനലൈസ്ഡായി, അകറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ തങ്ങളെക്കാളും മുകളിലേക്ക് കയറി വരുന്നത് സഹിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മറ്റൊരു നേട്ടം
ഒരു ഭാഗത്തു നിന്നും ഒരു അപകടവും വരാതിരിക്കുക എന്നതാണ്. എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവരുടെയും മിത്രങ്ങളാണ് എന്ന് വരുത്തി തീർത്താൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് അവർ കരുതിയിരുന്നു. പോരാത്തതിന് രണ്ട് ഭാഗത്തും ഒട്ടി നിൽക്കുന്നത് കൊണ്ട് രണ്ട് ഭാഗത്തെയും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ആ രഹസ്യങ്ങൾ വഴി സ്വാധീനം ഉറപ്പിക്കാനും വിലപേശാനും അവർക്ക് കഴിയും എന്നും അവർ കണക്ക് കൂട്ടിയിരുന്നു. ഇങ്ങനെ ഒരുപാട് താല്പര്യങ്ങളുടെ പുറത്തു നിന്നുകൊണ്ടാണ് ഈ ദ്വിമുഖത്വം അവർ കാണിച്ചു കൊണ്ടിരുന്നത്. മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോഴുണ്ടാവുന്ന കാര്യം നമുക്കറിയാം. മറുവശത്തെക്കുറിച്ച് പറഞ്ഞത് പടച്ചവൻ ഷയാത്തീൻ എന്നാണ്. അഥവാ യഹൂദ ഗോത്രങ്ങളുടെയും കുഫ്ർ കേന്ദ്രങ്ങളുടെയും ഒക്കെ നേതാക്കന്മാരെ കുറിക്കാനാണ് അള്ളാഹു ഇവിടെ ഷയാത്തീൻ എന്ന് പറഞ്ഞത്. പൈശാചിക ഭാവമുള്ള നന്മയെയും സത്യത്തെയും പരമാർത്ഥത്തെയും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന, അവകൾക്ക് തുരങ്കം വെക്കാൻ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രമാണി നേതാക്കന്മാരെയും എന്നും സൂചിപ്പിക്കാൻ ഈ ഷയാത്തീൻ എന്ന പദം പര്യാപ്തമാണ്. അത്തരക്കാരുടെ അടുക്കലെത്തുമ്പോൾ ഇവർ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന്. ആ പ്രയോഗം ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നമാ നഹ്നു മുസ്തഹസിഊൻ എന്നാണ് അവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. അഥവാ പറയപ്പെടുന്ന കാര്യത്തെ അത്രയധികം ഊന്നിപ്പറയേണ്ടി വരുന്ന ഘട്ടത്തിലാണ് ഇന്നമ എന്ന പ്രയോഗം ഉപയോഗിക്കുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാവുന്നത്, മുനാഫിക്കുകളായ ആളുകൾ അവരുടെ ഷയാത്തീന്മാരായ നേതാക്കന്മാരുടെ അടുക്കൽ, അഥവാ ജൂത നേതാക്കന്മാരുടെയും മുശ്രിക്കുകളായ കാഫിറുകളായ നേതാക്കന്മാരുടെയൊക്കെ അടുക്കൽ എത്തുമ്പോൾ അവർക്ക് അവിടെ സ്വയം ബോധിപ്പിക്കേണ്ടി വരും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്നത്. കാരണം ഈ എല്ലാ തിന്മയുടെ അച്ചുതണ്ടുകളും പരസ്പരം അവിശ്വാസത്തിലൂന്നിയ ഒരു പുകമറയ്ക്കുള്ളിലാണ് നിലനിൽക്കുന്നത്. ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് യോജിപ്പുള്ളത്, അത് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുക എന്ന കാര്യത്തിൽ മാത്രമാണ്. നമുക്ക് തോന്നും ഈ ശത്രുപാളയങ്ങളിലെ ആളുകളുടെ ബാഹുല്യവും എണ്ണവും ശക്തിയും ഒക്കെ കണ്ടാൽ അവരെല്ലാവരും ഏകോദര സഹോദരന്മാരാണെന്ന് തോന്നും. അല്ല, ഒരിക്കലുമല്ല. ഈ തിന്മയുടെ കേന്ദ്രങ്ങളിൽ തിന്മയുടെ തോതിനനുസരിച്ച് കൂരിരുട്ടും കൂരാകൂരിരുട്ടും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവകൾ സ്വയം വിഘടിച്ചുകൊണ്ടേയിരിക്കും, സ്വയം അവിശ്വാസത്തിലായിരിക്കുമെന്നും. പണ്ടാരോ പറഞ്ഞതുപോലെ ശത്രുപക്ഷത്ത് മുസ്ലിം ഇസ്ലാം ഉള്ളത് കൊണ്ടാണ് ഈ ശത്രുക്കളെല്ലാം ഒന്നിച്ചിരുന്ന് ആക്രമിക്കാൻ നിൽക്കുന്നത്. ശത്രുപക്ഷത്ത് ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്നോ പരസ്പരം കൊന്നു തിന്ന് തീർത്തേനെ. അപ്പോ ഈ നേതാക്കന്മാരെ കാണുമ്പോൾ അവിടെ ചെന്ന് തങ്ങളുടെ യഥാർത്ഥ മുഖം അവരെ ബോധിപ്പിക്കേണ്ടുന്ന ഗതികേട് മുനാഫിക്കുകൾക്ക് ഉണ്ടാകും എന്നുകൂടി ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ അള്ളാഹു അവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിന്റെ പരിഹാസം സത്യത്തിൽ ഭൗതികാർത്ഥത്തിലുള്ള ഒരു പരിഹാസമല്ല. ദൈവിക സന്ദേശത്തെയും ദൈവിക സന്ദേശവാഹകരെയും പരിഹസിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുക വഴി അവർ സ്വയം പരിഹാസരായി തീരുകയാണല്ലോ, നാശത്തിലേക്ക് കൂപ്പുകൂത്ത് വീഴുകയാണല്ലോ. ഇതിന് തടയിടാതെ വേഗത്തിൽ അവരെ പിടികൂടാതെ അഴിച്ചുവിട്ടേക്കുകയാണ് പടച്ചവൻ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ അതിക്രമങ്ങളിൽ തങ്ങളുടെ തോന്നിവാസങ്ങളിൽ മതിമറന്ന് വിഹരിക്കുവാനായി അള്ളാഹു അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിന്റെ ഫലമോ അവർ കൂടുതൽ ഇരുലോകത്തും പരിഹാസ്യരായി തീരും എന്നതാണ്. ഭൂമുഖത്ത് ഇത്തരം മുനാഫിക്കുകൾ ആരും തന്നെ നല്ല രീതിയിൽ മരണമടഞ്ഞു പോയിട്ടില്ല. അവരുടെ ചെയ്തികളെല്ലാം പുറം ലോകം വ്യക്തമായി മനസ്സിലാകാതിരുന്നിട്ടുമില്ല. സാധാരണ പറയും പോലെ ചിലർക്ക് ചിലരെ എക്കാലത്തും പറ്റിക്കാം, ചിലർക്ക് എല്ലാവരെയും കുറഞ്ഞ കാലത്തേക്ക് പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എക്കാലത്തും പറ്റിക്കുക സാധ്യമല്ലല്ലോ. മുനാഫിക്കുകളുടെ പ്രവൃത്തിയും ഇതുപോലെ തന്നെയാണ്. അവർ കുറഞ്ഞ കാലത്തേക്ക് കുറച്ചാളുകളെയൊക്കെ പറ്റിച്ചിട്ടുണ്ടാകും, കബളിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിന് വലിയ വാലിഡിറ്റി ഒന്നുമില്ല. യഥാർത്ഥ മുഖം അവർക്ക് വെളിപ്പെടുത്തേണ്ടി വരുന്ന ഘട്ടം സുനിശ്ചിതമായും ഉണ്ടായിരുന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭൂലോകത്ത് അവർ പരിഹാസ്യരാക്കപ്പെടും, പരലോകത്ത് വിശേഷിച്ചും. യഥാർത്ഥത്തിൽ ഈ കയറൂരി വിടുക വഴി അള്ളാഹു അവരുടെ പരിഹാസത്തിന്റെ തോത് വർദ്ധിക്കാൻ ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. ഇതേ സ്വഭാവത്തിലുള്ള വേറെയും ഒരു പിടി പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വമക്കറു വമക്കറല്ലാഹ്, അവര് കുതന്ത്രം പ്രയോഗിക്കുന്നു, പടച്ചവനും കുതന്ത്രം പ്രയോഗിക്കുന്നു. യുഹാദിഊനല്ലാഹ വഹുവ ഹാദിഊഹും, അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്, എന്നാൽ അള്ളാഹു അവരെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും നസുല്ലാഹ ഫനസിയഹും ഫമൻ അഅ്തദാ അലൈക്കും ഫഅ്തദു അലൈഹി ജസാഉ സയ്യിഅത്തിൻ സയ്യിഅതു മിസ്ലുഹാ
ഇതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഒന്നിനോടൊന്ന് ചേർത്ത് അള്ളാഹു പറയുന്നത് കണ്ടാൽ തോന്നും അള്ളാഹു ഭൗതിക സ്വഭാവത്തിൽ തന്നെ പകരം വീട്ടുകയാണ് എന്ന്. അങ്ങനെയല്ല. അക്കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണത്തെ ഹൈലൈറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നസുല്ലാഹ ഫനസിയഹും, ഒരല്ലാഹനെ മറന്നു, അപ്പൊ അള്ളാഹു അവരെയും മറന്നു. അള്ളാഹ് അവരെ മറക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മൃതി മണ്ഡലത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോവുക എന്നല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. പിന്നെന്താണ്? അള്ളാഹുവിൻ്റെ പരിഗണനയിൽ നിന്ന്, കരുതലിൽ നിന്ന്, ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു അവരെ മാറ്റി നിർത്തുമെന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ സ്നേഹോഷ്മളമായ നോട്ടത്തിൽ നിന്ന് അവർ പുറത്താകും. അള്ളാഹുവിൻ്റെ വികാര വായ്പകളോടുകൂടിയ സാന്ത്വനങ്ങളിൽ നിന്ന് അവർ അകറ്റി നിർത്തപ്പെടും. അപ്പൊ അവർ അള്ളാഹുവിനെ മറക്കുകയാണ്. അവരല്ലാഹുവിനെ മറന്ന് ജീവിതത്തിലെ ആർഭാട സുഖങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീതിയും അനീതിയും ന്യായവും അന്യായവും എല്ലാം അവർ പാടെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമെന്നോണം അള്ളാഹു അവരോട് ഈ സ്വഭാവത്തിലുള്ള മറവിയാണ് കാണിക്കുക. അപ്പൊ ആദ്യം പറയുന്ന പദവും രണ്ടാമത് പറയുന്ന പദവും തമ്മിൽ വാചികമായി ബന്ധവും സമാനതയും ഉണ്ടെങ്കിൽ പോലും ആശയതലത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹ, തിന്മയുടെ പ്രതിഫലം അതിന് തത്തുല്യമായ തിന്മയത്രേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തിന്മ എന്നത് ളുൽമാണ്, അക്രമമാണ്. ആദ്യം പറഞ്ഞ മക്രു, ആദ്യം പറഞ്ഞ യുഹാദിഊനല്ലാഹ യസ്ഖറൂന മിൻഹും നസുല്ലാഹ ഫമനഅതദാ അലൈക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആദ്യ ഭാഗം അത് ളുൽമാണ്, അക്രമമാണ്. ആ അക്രമത്തെ തുടർന്ന് ഒരു നീതി വരികയാണ്. അതാണ് രണ്ടാം ഭാഗം, അത് അതിലാണ്. ഫമനഅതദാ അലൈക്കും, നിങ്ങളുടെ മേൽ ആരെങ്കിലും കുതിര കയറിയാൽ ഫഅതദു അലൈഹി, തിരിച്ചും ചെയ്യാം. ആദ്യത്തേത് അക്രമവും രണ്ടാമത്തേത് നീതിയുമാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്തിന്റെ ഭാഗമാണ്. ഈ രീതിയിലാണ് എല്ലാത്തിനെയും അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത്. കുത്തിബ അലൈക്കുമുൽ ഖിസാസു എന്ന് പറയുന്നിടത്ത് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും ദീനുൽ ഇസ്ലാമിനെയും വിശ്വാസികളെയും ഒക്കെ പരിഹസിക്കാനും കബളിപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുനാഫിക്കുകളുടെ പരിണിതി അവർ സ്വയം പരിഹാസ്യരായി തീരുക എന്നതാണ്. അതിന് ഉതകുന്ന വിധത്തിൽ അള്ളാഹു അവരെ കുറേ കാലം ജീവിതത്തിൽ വിഹരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കും എന്നുള്ളതുമാണ്. സത്യത്തിൽ അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? അവർ ഇസ്തറവുൽ ലലാലത ബിൽ ഹുദ, ഹിദായത്ത് എന്ന് പറയുന്ന ആ അമൂല്യമായ സമ്പാദ്യത്തെ ലലാലത്ത് എന്ന് പറയുന്ന കരിക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് വിറ്റ് തൊലച്ചവരാണ്. ഒരു കച്ചവടം ലാഭകരമാവുന്നത് എപ്പോഴാണ്? നമ്മൾ ചെലവഴിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളത് എന്തോ സമ്പാദിക്കാൻ കഴിയുമ്പോഴാണ് അത് ലാഭകരമായ കച്ചവടമാവുക. ഇനി ചെലവാക്കിയതിൻ്റെ അത്രയും തന്നെ മൂല്യമുള്ളത് തിരിച്ചു കിട്ടിയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ചെലവഴിച്ചത് മുഴുവൻ വെള്ളത്തിൽ കലക്കിയതുപോലെ നഷ്ടപ്പെട്ടു പോവുകയും തീർത്തും വിനാശകരമായതെന്തോ കയ്യിൽ തടയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കച്ചവടം അമ്പെ പരാജയപ്പെട്ടു പോകും. അത്തരമൊരു നഷ്ടത്തിലാണ് ഈ മുനാഫിക്കുകൾ ചെന്ന് ചാടിയിരിക്കുന്നത്. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം വിജയിച്ചതുമില്ല. വമാ കാനൂ മുഹ്തദീൻ, അവർക്കാണെങ്കിൽ സന്മാർഗം പ്രാപിക്കാൻ കഴിഞ്ഞതുമില്ല. ചുരുക്കത്തിൽ രണ്ട് ലോകത്തും നഷ്ടകാരികളായ കച്ചവടക്കാരാണവർ. ഇതിൻ്റെ വളരെ മനോഹരമായ ഒരു ഉദാഹരണം കൂടി അള്ളാഹു അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ അത് പരിശോധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.